ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സ് എന്നുള്ളത് 1 2 3 4 5 6 ദെൻ ഡിക്രീസിങ് ഓർഡറിലാണ്, അതിനെ റേസ് ടു 1/2. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേസിൽ 2x-നെ എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണ് വൈക്ക് എത്ര പോസിബിൾ വാല്യൂസ് ഉണ്ടെന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈ ഒരു സീരീസ് നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ 6 വരെയാണ് വരുന്നതെങ്കിൽ 1 എന്നുള്ള നമ്പർ 6 ടൈംസ് റെപ്രസെന്റ് ചെയ്തതിന്റെ സ്ക്വയർ ആണ്. സോ നമ്മുടെ ഈ തന്നിരിക്കുന്ന എക്സ് എന്ന് പറയുന്നത് 1 1 1 1 1 1 ഇതിന്റെ സ്ക്വയർ ആണ്. അത് റേസ് ടു 1/2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് ഈ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എക്സ് 6 ഡിജിറ്റ് 1 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 2x എന്ന് പറയുന്ന നമ്പർ നമുക്ക് 2 ടൈംസ് 6 ഡിജിറ്റ് 1 വരുന്നത്. ഈ 6 ഡിജിറ്റ് 1 വരുന്നതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് 111 ഇൻറ്റു 1001 എന്ന് എഴുതാം. 11 അഗെയിൻ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 37 ഇൻറ്റു 3 ആണ്. അതേപോലെ 1001 ഫാക്ടറൈസ് ചെയ്താൽ 7 ഇൻറ്റു 11 ഇൻറ്റു 13 ആണ് വരുന്നത്. സോ നൗ ഇതിപ്പോ എല്ലാം പ്രൈം നമ്പേഴ്സ് ഫോർമാറ്റിലാണ്. 2x-നെ ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. ഫാക്ടേഴ്സ് ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കാണാൻ എക്സ്പോണന്റിനോട് നമ്മൾ 1 ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ എല്ലാ ടേംസിലും എക്സ്പോണന്റ് 1 ആണ് വന്നിരിക്കുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ വൈക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 വരും. സോ 64 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ.